നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആവശ്യമായ സംഭാവനകളൊക്കെ ഞങ്ങൾക്ക് അയച്ചു തരണം. അതുപോലെ തന്നെ ഞങ്ങളെ നന്നായി നിങ്ങൾ പ്രൊമോട്ട് ചെയ്യണം. ഇത് ജനങ്ങളുടെ ഒരു ചാനലായി മാറ്റിയെടുക്കുന്നതിനുള്ള അഹോരാത്രം പണിപ്പെടലാണ് ഞങ്ങൾ. ഭീകരവിരുദ്ധ പോരാട്ടത്തിന് ഇന്ത്യക്ക് സമ്പൂർണ്ണ പിന്തുണ എന്നാണ് സിംഗപ്പൂർ അവകാശപ്പെടുന്നത്. സിംഗപ്പൂർ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും തമ്മിൽ ലോറൻസ് വോയുമായുള്ള കൂടിക്കാഴ്ച നരേന്ദ്രമോദി നടത്തി കഴിഞ്ഞു. വളരെ വിലപ്പെട്ടൊരു പങ്കാളിയാണ് ഇന്ത്യ. വികസിത ഭാരതം കെട്ടിപ്പടുക്കാനുള്ള യാത്രയിൽ സിംഗപ്പൂർ വലിയൊരു പങ്കാളിയാണെന്ന് നമ്മൾ അവകാശപ്പെട്ടിരിക്കുന്നു. എക്സിൽ മോഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലോറൻസ് വോങ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും ചർച്ച നടത്തി. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായും വോങ് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. വളരെ മനോഹരമാണ്. കാരണം നമ്മൾ ലോകരാജ്യങ്ങളിലൊക്കെ അമേരിക്ക നമ്മെ വെട്ടാൻ നിൽക്കുന്ന സമയത്ത് നമ്മൾ അമേരിക്കയിലെ സാമ്പത്തിക നയതന്ത്ര വിദഗ്ധൻ എഡ്വേർഡ് പറഞ്ഞതുപോലെ നമ്മൾ ഉറങ്ങി നിൽക്കുന്നില്ല. നമ്മൾ വേറെ യൂറോപ്യൻ രാജ്യങ്ങൾ, ഏഷ്യ രാജ്യങ്ങൾ, ചൈന, റഷ്യ, സിംഗപ്പൂർ, മലേഷ്യ എല്ലാവരും നമ്മൾ പിടിക്കുകയാണ്. അപ്പോൾ സിംഗപ്പൂരിനെ ഇപ്പോൾ 5 കരാറുകളിലാണ് നമ്മളിപ്പോൾ ഒപ്പുവച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ഭീകരവിരുദ്ധ പോരാട്ടങ്ങൾക്ക് സമ്പൂർണ്ണമായ പിന്തുണ നൽകുമെന്ന് പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങിങ് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട ചർച്ചയിലാണ് അദ്ദേഹം ഈ ആശങ്കകൾ പങ്കുവച്ചതും ഈ കാര്യങ്ങൾ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ആണ് മോദി ഈ കാര്യം പറയുകയും ചെയ്തത്. ഭീകരതയ്ക്കെതിരെയുള്ള ഒരുമിച്ച് പോരാടുക എന്നത് മാനവീയതയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന വിഷയമാണ്. ഇന്ത്യ സിംഗപ്പൂർ നയതന്ത്ര ബന്ധം 60 വർഷം പൂർത്തിയാക്കുന്നതിനിടയിലാണ് സിംഗപ്പൂർ പ്രധാനമന്ത്രി ഡൽഹിയിലെത്തിയത്. ഇരു രാജ്യങ്ങളും തമ്മിൽ ഇന്നലെ 5 സുപ്രധാന കരാറുകളിൽ ഒപ്പുവെക്കുകയും ചെയ്തു. ഗ്രീൻ ആൻഡ് ഡിജിറ്റൽ ഷിപ്പിംഗ് കോറിഡോർ, ബഹിരാകാശ മേഖല, സിവിൽ ഏവിയേഷൻ, ഡിജിറ്റൽ അസറ്റ് ഇന്നവേഷൻ തുടങ്ങിയവയിൽ സഹകരണം ഉറപ്പാക്കുന്ന കരാറുകളാണ്. നൈപുണ്യ വികസനം നമ്മുടെ രാജ്യത്തിന് വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. ഡിജിറ്റലൈസേഷൻ, കണക്ടിവിറ്റി, ആരോഗ്യം, പ്രതിരോധം തുടങ്ങിയ 8 മേഖലകളിൽ തന്ത്രപ്രധാനമായ കരാറിലാണ് സിംഗപ്പൂരുമായി നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ വളരെ രസകരമാണ്. ഇപ്പോൾ സിംഗപ്പൂർ എന്ന് പറയുന്ന വേറെ പലതരത്തിൽ വിജയിച്ചിട്ടുള്ള രാജ്യമാണ്. സിംഗപ്പൂർ, മലേഷ്യ എന്നൊക്കെ പറയുന്ന ഒരു ഹൈടെക് തലത്തിലൊക്കെ വിജയിച്ചിട്ടുള്ള രാജ്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള രാജ്യങ്ങളുമായിട്ടുള്ള കരാറുകൾ വരുമ്പോൾ നമുക്ക് കൂടുതൽ ആ മേഖലയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഇപ്പോൾ ഓരോ മേഖലയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും സിംഗപ്പൂരുമായിട്ടുള്ള ഈ ബന്ധം നമ്മൾ 10-60 വർഷത്തെ ബന്ധമുണ്ട്. അത് വളരെ നെഹ്റുവിൻ്റെ കാലം മുതൽ നമ്മൾ തുടങ്ങിയതാണ്. വളരെ ഊഷ്മളമായി തന്നെ ആ ബന്ധം കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ ഭീകരവിരുദ്ധ പോരാട്ടത്തിന് എല്ലാ പിന്തുണയുമാണ് സിംഗപ്പൂർ നമുക്ക് തന്നിരിക്കുന്നത്. വിലപ്പെട്ട 6-7 കരാറുകളിൽ നമ്മൾ ഒപ്പുവെച്ചിട്ടുണ്ട്. എന്തായാലും സിംഗപ്പൂർ നമ്മളുടെ ഒരു വലിയ പങ്കാളിയായി തന്നെ തുടരുന്നുണ്ട്.